മലയാള വ്യാകരണത്തിലെ ക്രിയാവിഭജനത്തെക്കുറിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അതിൽ ആദ്യത്തെ വിഭാഗമായ സകർമ്മകം അകർമ്മകം നമ്മൾ കണ്ടു കഴിഞ്ഞു. അടുത്തതായി കേവലം, പ്രയോജകം. കേവലം എന്നാൽ കർത്താവ് സ്വയം ചെയ്യുന്ന ക്രിയകളാണ്. അതായത് ആരുടെയും പ്രേരണയോ പ്രചോദനമോ ഒന്നുമില്ലാതെ കർത്താവ് സ്വന്തം ഇഷ്ടത്തിന് ചെയ്യുന്ന ക്രിയകളാണ് കേവല ക്രിയകൾ. ഉദാഹരണമായി കാണുക, ഓടുക, കേൾക്കുക, കളിക്കുക. കാണുക, ഓടുക, കേൾക്കുക, കളിക്കുക ഇതൊക്കെ കർത്താവ് സ്വന്തം ഇഷ്ടത്തിന് ചെയ്യുന്ന ക്രിയകളാണ്. അതിനാൽ ഇവയെ കേവല ക്രിയകൾ എന്നാണ് പറയുന്നത്. അടുത്തതായി പ്രയോജകം. പ്രയോജകം എന്നാൽ മറ്റാരുടെയെങ്കിലും പ്രേരണയോ പ്രചോദനമോ ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവ് ചെയ്യുന്ന ക്രിയകളാണ് പ്രയോജക ക്രിയകൾ. അതായത് ക്രിയാശബ്ദം കേൾക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകും. ഉദാഹരണമായി ഓടിക്കുക, കാണിക്കുക, എഴുതിക്കുക ഇതാണ് പ്രയോജക ക്രിയകൾ. കേവലക്രിയ നോക്കി, കാണുക, ഓടുക, കേൾക്കുക, കളിക്കുക. അതായത് കർത്താവ് സ്വന്തം ഇഷ്ടത്തിന് ചെയ്യുന്ന ക്രിയ. എന്നാൽ പ്രയോജക ക്രിയയിലേക്ക് വരുമ്പോഴോ കർത്താവ് മറ്റൊരാളുടെ പ്രേരണയുടെ ഫലമായിട്ട് ചെയ്യുന്ന ക്രിയകളാണ്. ഓക്കെ.